പഠിക്കാനായിട്ട് റെഡിയാണോ? ഡു യു നോ ടുഡേസ് ഡേറ്റ്? ഇന്ന് ഏത് ഡേറ്റ് ആണ്? ടുഡേ ഈസ് 21st January 2022. Which day is today? Today is Friday. Okay. We have completed the lesson paint. Okay. Paint എന്ന് പറയുന്ന lesson നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇന്ന് എന്താ നമുക്ക് ചെയ്യാനുള്ളത്? Today we are going to do the text activity. അപ്പോൾ ടീച്ചർ ഈ ലെസണിന്റെ നോട്ടും കൂടെ തരുന്നുണ്ട്. Okay. All of you open your text and take page number 51. അപ്പോൾ ഈ ലെസണിലുള്ള പെയിൻറ് എന്ന് പറയുന്ന ലെസണിലുള്ള എക്സസൈസാണ് ടീച്ചർ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ടിക്ക് ദ കറക്റ്റ് ഓപ്ഷനാണ് ഫസ്റ്റ് വൺ. നമ്പർ 1, പെയിൻറ് ഈസ് വെരി ഡാഷ് ടു യൂസ്. പെയിൻറ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ആൻസർ ഡിഫിക്കൽട്ട്, സിമ്പിൾ, ദെൻ ബോത്ത് എ ആൻഡ് ബി. ബോത്ത് എ ആൻഡ് ബി എന്ന് വെച്ചാൽ എന്താണ്? ഡിഫിക്കൽട്ടും സിമ്പിളുമാണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്താ? പെയിൻറ് ഈസ് വെരി സിമ്പിൾ അല്ലേ? സിമ്പിൾ ടു യൂസ്. നമ്പർ 2, ദ ഫസ്റ്റ് വേർഷൻ ഓഫ് പെയിൻറ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നവംബർ ഡാഷ്. അപ്പോൾ പെയിൻറ്റിൻ്റെ ഫസ്റ്റ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഇയറിലാണ്? 1986, 1985, ദെൻ 1984. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഫസ്റ്റ് വേർഷൻ ഓഫ് പെയിൻറ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നവംബർ 1985. It allows us to paste the contents from the clipboard. ക്ലിപ്ബോർഡിലുള്ള കണ്ടൻസ് പേസ്റ്റ് ചെയ്യാൻ നമ്മൾ അലൗ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? പേസ്റ്റ്, കട്ട്, കോപ്പി. ആൻസർ എന്താണ്? പേസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ. ഇറ്റ് അലൗസ് ആസ് ടു ചേഞ്ച് ഓർ സ്ക്യൂ ദ ഹൈറ്റ് ഓർ വിഡ്ത്ത് ഓഫ് ദ പിക്ചർ. പിക്ചറിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? സെലക്ട്, ക്രോപ്പ്, റൊട്ടേറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ മൂന്നും കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നോക്കുമ്പം തന്നെ അറിയാം സെലക്റ്റിൻ്റെ ആൻസർ ഇതല്ല, ദെൻ ക്രോപ്പും ഇതല്ല, റൊട്ടേറ്റും ഇതല്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ ഇത് മൂന്നും ഇത് തെറ്റാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? റീസൈസ് ആണ് കേട്ടോ. അപ്പോൾ റീസൈസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്പ് us ടു ചേഞ്ച് ഓർ സ്ക്യൂ ദ ഹൈറ്റ് ഓർ വിഡ്ത്ത് ഓഫ് ദ പിക്ചർ. അപ്പോൾ കറക്റ്റ് ആൻസർ റീസൈസ്. ഫിഫ്ത്ത് വൺ, ഇറ്റ് അലൗസ് us ടു ഡ്രോ ഫ്രീ ഫോം ലൈൻസ് ആൻഡ് കർവ്സ്. ഫ്രീ ഫോം ലൈൻസും കർവ്സും ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? പെൻസിൽ, കളർ പിക്കർ, ദെൻ മാഗ്നിഫയർ. ഏതാണ്? ഫ്രീ ഫോം ലൈൻസ് കർവ്സും ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പെൻസിലാണ്, പെൻസിൽ ടൂളാണ്. ഓക്കെ. ദെൻ റൈറ്റ് ദ യൂസസ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഇത് ടീച്ചർ നോട്ടിൽ ഇതിൻ്റെ ആൻസേഴ്സ് റീഡ് ചെയ്ത് തരും കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. Fill in the blanks. Number 1, paint is always free and we do not have to pay for the dash. Paint എന്ന് പറയുന്നത് ഫ്രീ ആണ്. പെയിൻറ് ഓപ്ഷൻ പെയിൻറ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫ്രീ ആണ്. ആൻഡ് വി ഡു നോട്ട് ഹാവ് ടു പേ ഫോർ ദ എന്താണ് അപ്ഗ്രേഡ്സ്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ അപ്ഗ്രേഡ്സിന് നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദെൻ വി ക്യാൻ ഓൾസോ നമ്പർ 2, വി ക്യാൻ ഓൾസോ സ്റ്റാർട്ട് പെയിൻറ് ബൈ ടൈപ്പിംഗ് ദ പെയിൻറ് ഇൻ ദ ഇതാണ് ഇവിടെ ആൻസർ എന്താണ്? സെർച്ച് ബോക്സ് ആണ്. സെർച്ച് ബോക്സ് ഓഫ് ദ സ്റ്റാർട്ട് മെനു. അപ്പോൾ സ്റ്റാർട്ട് മെനുവിൽ സെർച്ച് ബോക്സിൽ പെയിൻ്റ് എന്ന് പറയുന്ന വേർഡ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഏത് പ്രോഗ്രാമിലോട്ട് കയറാം? പെയിൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ തേർഡ് വൺ, ദ ഫസ്റ്റ് വേർഷൻ ഓഫ് പെയിൻറ് പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഫസ്റ്റ് വേർഷൻ ഓഫ് വിൻഡോസ് ഡാഷ്. പെയിൻറ് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതിലാണ്? വിൻഡോസിൻ്റെ ഫസ്റ്റ് വേർഷനായ 1.0 എന്നാണ്? നവംബർ 1985 കേട്ടോ. നമ്പർ 4, ടു ഡ്രോ ഫ്രീ ഫോം ലൈൻസ് ആൻഡ് കർവ്സ് വി യൂസ് ഡാഷ് ടൂൾ. ഫ്രീ ഫോം ലൈൻസും കർവ്സും ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? പെൻസിൽ ടൂൾ. ഇത് രണ്ടും കറക്റ്റാണ്. പെൻസിൽ ടൂൾ അല്ലെങ്കിൽ എന്താണ്? ബ്രഷ് ടൂൾ. രണ്ട് ആൻസർ നമുക്ക് എഴുതാം. ദെൻ ദ ഫിഫ്ത്ത് വൺ, ഡാഷ് അലോ വാസ് ടു ഫ്ലിപ്പ് ദ പിക്ചർ ഓർ സെലക്ഷൻ. ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഒരു പിക്ചർ ഫ്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റൊട്ടേറ്റ്. ഓക്കെ. ദെൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് കെയർഫുള്ളായിട്ട് നോക്കുക. ദെൻ ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സും വായിച്ച് നോക്കുക. ഓക്കെ. എന്നിട്ട് മാച്ച് ചെയ്യുക. ഇതേതാ? ദിസ് ഈസ് select. Okay,
Then number 2, this is crop. Then the third one is copy. Then the fourth one, eraser. Then this one, color picker. Okay, number 1, select. Number 2, crop. Number 3, copy. Number 4, eraser. And number 5, color picker. Okay. Next is write T for true and F for false statements. അതായത് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് റീഡ് ചെയ്തിട്ട് അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് എഴുതണം. ഓക്കെ. നമ്പർ 1, പെയിൻറ് allows the user to work with the image only from a scanner. അതായത് സ്കാനറിൽ നിന്നുള്ള ഇമേജസ് മാത്രമേ നമുക്ക് പെയിൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഇത് ഒരു ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. സ്കാനറിൽ നിന്നും അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറയിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജസ് നമുക്ക് ഏതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു? പെയിൻറ്റ് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആൻസർ എന്താണ്? ഫാൾസ് ആണ് കേട്ടോ. ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. പെയിൻറ്റ് ഈസ് ഓൾസോ എ പ്രോഗ്രാം ഫോർ ആഡിങ് ടെക്സ്റ്റ് ടു ഇമേജസ് സേവ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ. അപ്പോൾ പെയിൻറ്റ് പ്രോഗ്രാം നമ്മൾ എന്തിനും യൂസ് ചെയ്യാറുണ്ട്? കമ്പ്യൂട്ടറിൽ നമ്മളൊരു ഇമേജ് സേവ് ചെയ്തു. അപ്പോൾ അതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് പെയിൻറ്റ് പ്രോഗ്രാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ് കേട്ടോ. ദെൻ എറൈസർ ഫോംസ് ഫ്രീ ഫോം ലൈൻസ് ആൻഡ് കേർവ്സ്. എറൈസർ ഫ്രീ ഫോം ലൈൻസും കേർവ്സും ഫോം ചെയ്യുന്നതിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഫാൾസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. നമ്മൾ എറൈസർ എന്തിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് എറൈസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എറൈസർ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആണ്. ഗ്രിഡ് ലൈൻസ് പുട്ട് എ ഗ്രിഡ് ഓൺ ദ ഇമേജ് അലൗവിങ് ദ അലൈൻമെൻറ്റ് ഓഫ് ഷേപ്സ്. അപ്പോൾ ഗ്രിഡ് ലൈൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇമേജിൽ ഗ്രിഡ് ലൈൻസ് ഇടുക അല്ലേ. അപ്പോൾ അതുവഴി നമുക്ക് എന്തിനു സാധിക്കുന്നു? ആ ഒരു ഇമേജിൻ്റെ ഷേപ്പ്, അലൈൻമെൻറ്റ് ഓഫ് ഷേപ്പ് നമുക്ക് കാണുന്നതിന് സാധിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ആൻസർ ഈസ് ട്രൂ ആണ് കേട്ടോ. ദെൻ 100% ഓപ്ഷൻ ബ്രിങ്സ് ദ ഇമേജ് ബാക്ക് ടു നോർമൽ. അപ്പോൾ 100% ഓപ്ഷൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു ഇമേജിൻ്റെ നോർമൽ പൊസിഷനാണ് ഏത് കാണിക്കുന്നത്? 100% ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് ട്രൂ. ഓക്കെ. അപ്പോൾ ആൻസർ ഫസ്റ്റ് വൺ ഈസ് ഫാൾസ്, ദെൻ സെക്കൻഡ് വൺ ട്രൂ, then the third one is false, fourth one is true, and the fifth one is true. Okay. Then write the steps to cut and paste the picture in paint program. Paint programil ഒരു പിക്ചർ കട്ട് ചെയ്യുന്നതിനും പേസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. ടീച്ചർ നോട്ടിൽ റീഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടീച്ചർ എക്സസൈസ് ഇത്രയും പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക? ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. എന്നാലേ ടീച്ചർ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ. ലെറ്റ് us move on to the notebook. All of you open your notebook and write today's date. ഇപ്പോൾ ടീച്ചറോട് പറയാൻ പോകുന്നത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത് കേട്ടോ. റൈറ്റ് ദ യൂസ് ഓഫ് ദ ഫോളോയിങ്. നമ്പർ 1, കട്ട്. കട്ട് ഓപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അലൗസ് ആസ് ടു കട്ട് ദ സെലക്ഷൻ ഫ്രം ദ ക്യാൻവാസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ക്ലിപ്പ് ബോർഡ്. ഇപ്പോൾ ക്യാൻവാസിൽ നിന്നുമുള്ള സെലക്ഷൻ കട്ട് ചെയ്തിട്ട് അതിനെ എവിടെ കൊണ്ടുപോവുക? ക്ലിപ്പ് ബോർഡിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്? കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് കോപ്പി. കോപ്പി ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അലൗസ് ആസ് to copy the selection from the clipboard from the canvas and put it in the clipboard. അതുപോലെ തന്നെ എന്താണ്? ക്യാൻവാസിൽ നിന്നുമുള്ള സെലക്ഷൻ കോപ്പി ചെയ്ത് അതിനെ എവിടെ കൊണ്ടുപോവുക? ക്ലിപ്പ് ബോർഡിലേക്ക് കൊണ്ടുപോവുക. അതാണ് ഏത് എന്താ ഓപ്ഷൻ ചെയ്യുന്നത്? കോപ്പി ഓപ്ഷൻ. Then the third one is resize. Allows us to change or skew the height or width of the picture. ഇപ്പോൾ പിക്ചറിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്? റീസൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്.
Then the fourth one, crop, allows us to cut the picture so that it only contains a certain section. ഇപ്പോൾ നമുക്ക് പിക്ചറിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സെക്ഷൻ മാത്രം ഉൾപ്പെടുത്താം. അതിന് വേണ്ടിയിട്ടാണ് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്, ക്രോപ്പ് ഓപ്ഷൻ. Then fill with color, allows us to fill an entire area. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഡ്രോ ചെയ്ത പിക്ചറിൽ നമുക്കിപ്പോൾ കളർ ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്, ഫിൽ വിത്ത് കളർ ഓപ്ഷൻ. Then the sixth one is eraser. Allows us to erase any part of our drawing. ഇപ്പോൾ നമ്മുടെ ആ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും പാർട്ട് നമുക്ക് എറൈസ് ചെയ്യണം, നമുക്ക് വേണ്ട. Eraser tool allows us to erase any part of our drawing. ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്, എറൈസർ ടൂൾ. ഓക്കെ. Then next one is write the steps to cut and paste the picture in paint program. പെയിൻറ്റ് പ്രോഗ്രാമിൽ ഒരു പിക്ചർ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്പർ 1, ക്ലിക്ക് ഓൺ ദ ഹോം ടാബ് ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ സെലക്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ സെലക്ട് ദ ഇമേജ് ബൈ ഡ്രാഗിങ് ദ മൗസ് ഓവർ ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇമേജിനെ സെലക്ട് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൗസ് ആ ഇമേജിൽ ഡ്രാഗ് ചെയ്യുക. ഓക്കെ. Then the fourth step is click on cut. ഏതാ കട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ദ ഇമേജ് വിൽ ഡിസപ്പിയർ ഫ്രം ദ പെയിൻറ്റ് വിൻഡോയിൽ നിന്നും ഇമേജ് ഡിസപ്പിയർ ആകുന്നു. Then the fifth step is click on പേസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ കാണാൻ പറ്റുന്നത്, ദ ഇമേജ് വിൽ അപ്പിയർ ഇൻ ദ ഡ്രോയിങ് ഏരിയ വെയർ വി വാണ്ട് ടു പ്ലേസ് ദ ഇമേജ്. അപ്പോൾ എന്താണ്, ഡ്രോയിങ് ഏരിയയിൽ നമുക്ക് ഏത് പ്ലേസിലാണോ ഇമേജ് വേണ്ടത് അവിടെ എന്താണ് ആ ഇമേജ് നമുക്ക് പേസ്റ്റായിട്ട് കിട്ടുന്നു. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ടീച്ചർ നേരത്തെ റീഡ് ചെയ്തില്ല, ടീച്ചർ ഒന്നും കൂടെ ഒരു കാര്യം റീഡ് ചെയ്ത് പറഞ്ഞുതരാം. ഫിൽ വിത്ത് കളർ ഓപ്ഷനാണ്. അലൗസ് ആസ് ടു ഫിൽ ആൻ എൻറ്റയർ ഏരിയ വിത്ത് എ സിംഗിൾ കളർ. ടീച്ചർ നേരത്തെ ഇത് റീഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫിൽ വിത്ത് കളർ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അലൗസ് ആസ് ടു ഫിൽ ആൻ എൻറ്റയർ ഏരിയ വിത്ത് എ സിംഗിൾ കളർ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമേജ് നമ്മൾ ഡ്രോ ചെയ്തല്ലോ, അപ്പോൾ ആ ഇമേജിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്, ഫിൽ വിത്ത് കളർ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞ നോട്ട് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് നന്നായിട്ട് റീഡ് ചെയ്ത് എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. All of you write these notes neatly, touching the lines and send it to me. Okay, bye children. Okay, all of you take your notebook. നമുക്കൊന്ന് പഠിക്കേണ്ട ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. അർത്ഥം എഴുതുക. കുണ്ഠിതം ദുഃഖം, പ്രാണൻ ജീവൻ, വിദൂഷകൻ രാജാവിൻ്റെ സന്തത സഹചാരി. വിപരീത പദം എഴുതുക. ഉണരുക ഉറങ്ങുക, രഹസ്യം പരസ്യം. പിരിച്ചെഴുതുക. കൊണ്ടോടി കൊണ്ട് അധികം ഓടി, ശബ്ദം അധികം ഉണ്ടാക്കാതെ. ദെൻ നെക്സ്റ്റ്, എന്തെങ്കിലും അധികം ഒക്കെ. വാടി അധികം തളർന്ന. വീട്ടിലെത്തി, വീട്ടിൽ അധികം എത്തി. 2 ഏക്കർ, 2 അധികം ഏക്കർ. പര്യായം എഴുതുക. കിണർ, കൂപം, അന്ധു. സ്വർണം, കനകം, ഹേമം. ഭാര്യം, പത്നി, വല്ലഭ. നിലാവ്, കൗമുദി, ജ്യോത്സ്ന. ഉത്തരം എഴുതുക. രാമന് കുണ്ഠിതമായതെന്ത് കൊണ്ട്? വാടിത്തളർന്ന ചെടികൾ കണ്ട് രാമന് കുണ്ഠിതമായി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കള്ളനെ കണ്ട തെനാലി രാമൻ ഭാര്യയോട് പറഞ്ഞതെന്ത്? നാട്ടിൽ മുഴുവൻ കള്ളന്മാരുടെ ശല്യമാണെന്നും ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒരു പെട്ടിയിലാക്കി കിണറ്റിലിടാമെന്നും ആവശ്യം വരുമ്പോൾ വെള്ളം വറ്റിച്ച് എടുക്കാമെന്നുമാണ് പറഞ്ഞത്. തേർഡ് ക്വസ്റ്റ്യൻ, തെനാലിരാമൻ കിണറ്റിലിട്ടതെന്ത്? അമ്മിക്കല്ല് ഒരു പെട്ടിയിലാക്കി കിണറ്റിലിട്ടു. ഫോർത്ത് ക്വസ്റ്റ്യൻ, കള്ളന്മാർക്ക് പറ്റിയ മണ്ടത്തരം എന്ത്? തെനാലിരാമൻ പറഞ്ഞത് വിശ്വസിച്ചു അവർ കിണർ തേവി
വറ്റിച്ചു. എന്താണ് കള്ളന്മാർക്ക് പറ്റിയ മണ്ടത്തരം എന്തെന്ന് പറയുന്നത് എന്താണ്? തെനാലിരാമൻ പറഞ്ഞത് വിശ്വസിച്ച് അവർ കിണർ ദേവി വറ്റിച്ചു. ഇത്രയും നോട്ട്സ് നീറ്റായിട്ടും അക്ഷരത്തെറ്റില്ലാതെ ഭംഗിയായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവാണല്ലോ? യെസ്, ഭക്ഷണമൊക്കെ കഴിച്ച് പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുവാണല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ന്യൂ ലെസൺ ആണ്. ഒരു പുതിയൊരു ലെസൺ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഫെയറി അറ്റ് ദി സ്പ്രിംഗ് എന്ന സ്റ്റോറി ഒക്കെ പഠിച്ചു. അതിന്റെ നോട്ട് ആക്ടിവിറ്റി എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്നൊരു ന്യൂ ലെസൺ ആണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. എലിഫന്റ്സിന്റെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് ടീച്ചർ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. അപ്പൊ നമ്മള് ടേം 3 ടെക്സ്റ്റിൽ ഫസ്റ്റ് പഠിച്ച ലെസൺ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? റെയിനിങ് സമ്മർ എന്നൊരു പോയമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ അതിന്റെ ടെസ്റ്റ് പേപ്പർ നമുക്ക് വേണം. അപ്പൊ കമ്മിങ് ട്യൂസ്ഡേ 25th ട്യൂസ്ഡേ ലെസൺ റെയിനിങ് സമ്മർ എന്ന ടെസ്റ്റ് പേപ്പർ ഇടും. അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിച്ച് അറ്റൻഡ് ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ? Okay, all of you take your textbook please. Page number 13, 13. Okay, and new lesson, elephants. Please listen here. Elephants are big. They are the biggest animals that live on land. They have long noses called trunks. They have big ears that can flap like fans. Their skin is grey-black. They have some short hair on their backs and nails. Elephants live in Africa and Asia. They live on grasslands and in forests. An elephant from Asia is smaller. It has smaller ears. An elephant from Africa is larger than one from Asia. It has bigger ears. An Asian elephant is also called an Indian elephant. The male elephant is called a bull and the female a cow. Bulls live alone or in small groups. Cows live in herds with their babies. An elephant baby is called a calf. It weighs more than a grown human. Elephants must eat most of the day to get the amount of food they need. They eat grasses and shrubs. They eat twigs, leaves and bark from trees. It is the trunk that make the elephant an interesting animal. The trunk is a fusion of the nose and upper lip. Biologists say that an elephant's trunk has 40,000 muscles in it. It is the most important and useful part of the body for an elephant. The trunk can pick up a thin blade of grass as well as strip of strong branches of trees. Elephants are plant eaters. Okay, അപ്പോൾ നമ്മൾ എലിഫൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? എലിഫൻസ് ആർ ബിഗ്. എലിഫൻസിന് എല്ലാവരും ആനകളെ കണ്ടിട്ടുണ്ടല്ലേ? ആനകൾ എങ്ങനെയാണ്? ബിഗാണ്. എലിഫൻസ് ആർ ബിഗ്. They are the biggest animal that live on land. പിന്നെന്താ പറയാനുള്ളത്? കരയിൽ വസിക്കുന്ന ഏറ്റവും വലിയ മൃഗങ്ങളാണ് ആനകൾ എന്ന് നമുക്ക് പറയാം. They have long nose called trunk. അവയുടെ നീണ്ട നോസിനെയാണ് ട്രങ്ക്സ് എന്ന് പറയുന്നത്. They have big ears that can flap like fans. Their skin is grey black. അവരുടെ സ്കിന്ന് ഏത് കളറാണ്? നോക്കി ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുമല്ലേ? ഗ്രേ ബ്ലാക്ക് കളറാണ്.
They have some short hair on their backs and tails. അവയുടെ ടെയിൽസിലും ബാക്ക് സൈഡിലൊക്കെ എന്താണ് ചെറിയ ചെറിയ ഹെയർസ്, ഷോർട്ട് ഹെയർസ് കാണാൻ കഴിയും. എലിഫൻറ്റ്സ് ലിവ് ഇൻ ആഫ്രിക്ക ആൻഡ് ഏഷ്യ. എലിഫൻറ്റ്സ് കൂടുതലായിട്ടും എലിഫൻറ്റ് ഉള്ളത് ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ്. ദേ ലിവ് ഓൺ ഗ്രാസ് ലാൻഡ് ആൻഡ് ഇൻ ഫോറസ്റ്റ്. An elephant from Asia is smaller. It has smaller ears. An elephant from Africa is larger than one from Asia. It has bigger ears. An Asian elephant is also called an Indian elephant. എന്താ പറയുന്നത്? എലിഫൻറ്റ് ഫ്രം ഏഷ്യ ഈസ് സ്മാളർ. ഏഷ്യയിലുള്ള എലിഫൻറ്റ്സ് എങ്ങനെയാണ്? ചെറിയ എലിഫൻറ്റ്സ് ആയിരിക്കും, സ്മോളർ ആയിരിക്കും. ഇറ്റ് ഹാസ് സ്മോളർ ഇയേഴ്സ്. അവയ്ക്ക് എന്താണ്? ചെറിയ ഇയേഴ്സാണ് ഉള്ളത്. ഇറ്റ് ഹാസ് ആൻ എലിഫൻറ്റ് ഫ്രം ആഫ്രിക്ക ഈസ് ലാർജർ ദാൻ വൺ ഫ്രം ഏഷ്യ. ആഫ്രിക്കയിലെ ആന നമ്മുടെ ഏഷ്യയിലെ ആനയേക്കാൾ എന്താണ്? വലുതായിരിക്കും എന്നാണ് പറയുന്നത്. ആൻ ഏഷ്യൻ എലിഫൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ ഇന്ത്യൻ എലിഫൻറ്റ്. ഏഷ്യൻ എലിഫൻറ്റിനെയാണ് ഇന്ത്യൻ എലിഫൻറ്റ് എന്നും പറയുന്നത്. ആൻഡ് മെയിൽ എലിഫൻറ്റ് ഈസ് കോൾഡ് എ ബുൾ ആൻഡ് ഫീമെയിൽ എ കൗ. ഇനി എന്താണ്? മെയിൽ എലിഫൻറ്റിനെ ബുള്ളെന്നും ഫീമെയിൽ എലിഫൻറ്റിനെ കൗ എന്നും വിളിക്കുന്നു. The bull live along or in small groups. ബുൾസ് എങ്ങനെയാണ്? എലോങ് ആയിട്ടാണ് താമസിക്കുന്നത്. സ്മോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒറ്റയ്ക്കല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പ്, കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. Cow live in herd with their babies. An elephant baby is called a calf. എലിഫൻറ്റിൻ്റെ ബേബീസിനെയാണ് കാഫ് എന്ന് പറയുന്നത്. ഇറ്റ് വെയ്സ് മോർ ദാൻ എ ഗ്രാം ഹ്യൂമൻ. എലിഫൻറ്റ് മസ്റ്റ് ഈറ്റ് മോസ്റ്റ് ഓഫ് ദ ഡേ ടു ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ഫുഡ് ദേ നീഡ്. ആനകൾ എന്താണ്? ഒരുപാട് ഭക്ഷണം, ഒരുപാട് എമൗണ്ട് ഓഫ് ഭക്ഷണമാണ്, ഫുഡാണ് അവർ കഴിക്കാറ്. ദേ ഈറ്റ് ഗ്രാസസ് ആൻഡ് shrubs. പിന്നെ എന്താണ്? അവർ ഗ്രാസസും പുല്ലും shrubs ചെറിയ കുറ്റിച്ചെടികളും അവയൊക്കെ അവർ ഭക്ഷണമാക്കും. ദേ ഈറ്റ് twigs, leaves and bark from trees. An elephant must drink many liters of വാട്ടർ ടു. പിന്നെ എന്താണ്? എലിഫൻറ്റ്സ് ഒരുപാട് മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട്. ആൻഡ് അഡൾട്ട് എലിഫൻറ്റ് ഈറ്റ്സ് ഓവർ 200 kilogram ഓഫ് ഫുഡ് എവറി ഡേ. ഓക്കെ, ഇനി ഒരു അഡൽട്ടായിട്ടുള്ള എലിഫൻറ്റ് ഓരോ ദിവസവും എല്ലാ ദിവസവും 200 kilogram ഓഫ് ഫുഡ്, 200 kilogram ഓഫ് ഭക്ഷണമാണ് കഴിക്കുന്നത് അഡൽട്ടായിട്ടുള്ള ഒരു എലിഫൻറ്റ്. ഓക്കെ, it is a trunk that makes the elephant an interesting animal. എലിഫൻറ്റിനെ ഒരു രസകരമായ ഒരു അനിമലാക്കി മാറ്റുന്നത് എന്താണ്? അവയുടെ തുമ്പിക്കൈയാണ്, ട്രങ്കാണ്. Okay, the trunk is a fusion of the nose and upper lip. Biologists says that an elephant's trunk has 40,000 muscles in it. എലിഫൻറ്റിൻ്റെ ട്രങ്കിൽ 40,000 മസിൽസ് പേശികൾ ഉണ്ടെന്നാണ് ബയോളജിസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് the most important and useful part of the body for an elephant. The trunk can pick up a thick blade of grass as well as rip off strong branches of trees. Elephants are plant eaters. Okay, ഈ മസിൽസ് ആണ് എലിഫൻറ്റിൻ്റെ
ഏറ്റവും ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ യൂസ്ഫുള്ളുമായിട്ടുള്ള ഒരു ബോഡി പാർട്സാണ് എലിഫൻസിൻ്റെ മസിൽസ്, ആ ഭാഗങ്ങളെന്ന് ട്രങ്ക് എന്ന് പറയുന്നത്. ദ ട്രങ്ക് ക്യാൻ പിക്ക് അപ്പ് എ തിൻ ബ്ലേഡ് ഓഫ് ഗ്രാസ് ഓഫ് വെൽ ആസ് റിപ്പ് ഓഫ് സ്ട്രോങ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ്. പിന്നെ എന്താണ്, വളരെ ശക്തമായ സ്ട്രോങ് ആയിട്ട് മരങ്ങളുടെയൊക്കെ ശാഖകളെയൊക്കെ പറിച്ചെടുക്കാനൊക്കെ എന്താണ് ഈ ട്രങ്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഈ സ്റ്റോറിയുടെ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ? Okay, all of you look at the blackboard. Please listen here. Mr. Hardwords ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. Grassland, shrubs, interesting, mussels, twigs, bark. First one, grassland. 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 Shrubs. 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 Interesting. 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 Then mussels. Muscles. Muscles. Twigs. 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 Bark. 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 Okay. Grassland, shrubs, interesting, mussels, twigs, bark. Okay, all of you take your notebook. Okay, first one hard words ആണ്. First one grassland, shrubs, interesting, mussels, twigs, bark. Grass, Grassland, grassland. Shrubs, shrubs. Interesting, interesting. Mussels, muscles. Twigs, twigs. Bark, bark. Bark. Oh, test paper 25th January Tuesday. Lesson Rain in Summer. Time 11:30 a.m. Okay, test paper 25th Tuesday. അപ്പോൾ ഹാർഡ് വേർഡ്സ് നീറ്റായിട്ട് 5 times ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്ബുക്ക് കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ? ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ്. നമുക്ക് സയൻസിൽ നെക്സ്റ്റ് പഠിക്കേണ്ടത് ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. മെഷർമെൻ്റ് എന്നുള്ള ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഫില്ലപ്പ് ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് പ്രീവിയസ് ക്ലാസ്സിൽ കുറച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ലാസ്റ്റിന് നമുക്ക് പഠിക്കാനുള്ളത് ആൻസർ ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫുഡ് സ്പാൻ ആൻഡ് ആം ലെങ്ത്. എന്താണ് ക്വസ്റ്റ്യൻ? ഡിഫൈൻ ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫുഡ് സ്പാൻ ആൻഡ് ആം ലെങ്ത്. പ്ലീസ് ഓൾ ഓഫ് യു ലുക്ക് യുവർ ടെക്സ്റ്റ്, പേജ് നമ്പർ 87. 87 നോക്കിയേ, ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫുഡ് സ്പാൻ, ആം ലെങ്ത് എന്ന് പറയുന്ന പിക്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്യൂബിറ്റ് നോക്കിയേ, ക്യൂബിറ്റിൻ്റെ മെഷർ എങ്ങനെയാണെന്ന് നോക്കി. ക്യൂബിറ്റ് കൊണ്ട് മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള പിക്ചർ കാണിച്ചേക്കുന്നു. ദ ഡിസ്റ്റൻസ് ഫ്രം ദ എൽബോ ടു ദ ടിപ്പ് ഓഫ് ദ മിഡിൽ ഫിംഗർ. കണ്ടല്ലോ, എൽബോ മുതൽ, കൈമുട്ട് മുതൽ എന്താണ് മിഡിൽ ഫിംഗർ വരെയുള്ള ആ മെഷറാണ് ക്യൂബിറ്റ് എന്ന് പറയുന്നത് അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കിയേ, ഹാൻഡ് സ്പാൻ നോക്കിയേ, ദ ലെങ്ത് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ തം ആൻഡ് ദ ലിറ്റിൽ ഫിംഗർ. കണ്ടോ, നോക്കിയേ ഹാൻഡ് സ്പാൻ പിക്ചർ നോക്കി പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് ദ ലെങ്ത് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലുള്ള, ടിപ്പ് ഓഫ് ദ തമ്പ്, ഈ തമ്പ് മുതൽ, ടിപ്പ് ഓഫ് ദ നമ്മുടെ തള്ളവിരൽ, തമ്പ് മുതൽ ആൻഡ് ദ ലിറ്റിൽ ഫിംഗർ വരെയുള്ള. ഇങ്ങനെ നിങ്ങൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഇങ്ങനെ ഹാൻഡ് സ്പാൻ വെച്ച് ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ അത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാം. ഓക്കെ, ദിസ് വൺ ഈസ് ഹാൻഡ് സ്പാൻ. എന്താണ്? ദ ലെങ്ത് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ തമ്പ് ആൻഡ് ദ ലിറ്റിൽ ഫിംഗർ. ഫുഡ് സ്പാൻ നോക്കിയേ, എന്താണ്? ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ 1 ഫുഡ് സ്റ്റെപ്പ്. അതെങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഫുഡ് സ്പാൻ. ദെൻ ആം ലെങ്ത്, ദ ലെങ്ത് ബിറ്റ്വീൻ ദ ഷോൾഡർ ആൻഡ് ദ മിഡിൽ ഫിംഗർ. ദ ഷോൾഡർ തൊട്ട് എന്താണ് മിഡിൽ ഫിംഗർ വരെയുള്ള മെഷറാണ്
ആം ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്കിനി നോട്ട്സ് വായിക്കാം. ഡിഫൈൻ ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫുഡ് സ്പാൻ ആൻഡ് ആം ലെങ്ത്. ഇപ്പോൾ ടീച്ചർ ടെക്സ്റ്റ് നോക്കി അതിൻ്റെ പിക്ചർ നോക്കി മനസ്സിലാക്കിപ്പിച്ച് തന്നായിരുന്നു. ഓക്കെ, ക്യൂബിറ്റ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ എൽബോ ടു ദ ടിപ്പ് ഓഫ് ദ മിഡിൽ ഫിംഗർ. ഹാൻഡ് സ്പാൻ, ദ ലെങ്ത് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ തം ആൻഡ് ദ ലിറ്റിൽ ഫിംഗർ. Then next, foot span, the distance covered by one footstep. The next, arm length, the length between the shoulder and the middle finger. The next question, which objects do we use to measure length? ഒരു വസ്തുവിൻ്റെ മെഷർ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? വി മെഷർ ലെങ്ത് യൂസിങ് എന്തൊക്കെ ഉപയോഗിച്ചാണ്? റൂളർ, മീറ്റർ, റോഡ് ഓർ മെഷറിംഗ് ടാപ്പ്. റൂളർ, മീറ്റർ, റോഡ് അല്ലെങ്കിൽ മെഷറിംഗ് ടാപ്പ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ മെഷറിംഗ് ലെങ്ത് ചെയ്യുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാസ്? വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മാസ്? മാസ് എന്നാൽ എന്ത്? മാസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? ആൻസർ, മാസ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ടെൽസ് us how light or heavy that object is. മാസ് എന്താണ്? ശേഷി എന്ന് പറയുന്നത്. മാസ് എന്ന് പറയുന്നത് എന്താണ്? പിണ്ഡം എന്നാണ് അതിൻ്റെ കറക്റ്റ് മലയാളം വേർഡ്. എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റിൻ്റെ, ഒരു വസ്തു അത് ലൈറ്റ് ആണോ ഹെവി ആണോ, ഭാരമുള്ളതാണോ ഭാരമില്ലാത്തതാണോ എന്നറിയപ്പെടുന്ന അന്ന് അറിയുന്നതിനെയാണ് അതാണ് മാസ് എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ മെഷറിംഗ് മാസ്. മാസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം. എന്താണ്? കിലോഗ്രാം. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന് എഴുതുന്നത് എന്താണ്? കെ ജി. എന്താണ്? കെ ജി. ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം കപ്പാസിറ്റി? കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ലിക്വിഡ് എ കണ്ടെയ്നർ ക്യാൻ ഹോൾഡ്. ഒരു കണ്ടെയ്നറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്ര എമൗണ്ട് ഓഫ് ലിക്വിഡ്, അതിനെയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി. Then fifth question, what is temperature? How is to measured? ടെമ്പറേച്ചർ എന്നാൽ എന്താണ്? എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഈസ് ദ മെഷർ ഓഫ് ഹൗ ഹോട്ട് ഓർ കോൾഡ് ആൻ ഓബ്ജക്റ്റ് ഈസ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർ ഓഫ് ഹൗ ഹോട്ട്. ഹോട്ട് എങ്ങനെയാണ്, കോൾഡ് എങ്ങനെയാണ്. ഹൗ ഹോട്ട് ഓർ കോൾഡ് ആൻ ഓബ്ജക്റ്റ് ഈസ്. It is measured by a thermometer in degree Celsius or Fahrenheit. അപ്പോൾ തെർമോമീറ്റർ നിങ്ങൾക്കറിയാം അല്ലേ? നമുക്ക് പനിയൊക്കെ വരുമ്പോഴത്തേക്ക്, ഫീവർ വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് ഹോട്ട് ചെക്ക് ചെയ്യുന്ന അതാണ് തെർമോമീറ്റർ അല്ലേ? തെർമോമീറ്റർ വെച്ച് അതിനെ മെഷർ ചെയ്ത് നമുക്ക് എത്ര ഡിഗ്രി പനിയുണ്ട്, ഫീവർ എത്ര ഡിഗ്രി ഹോട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ തെർമോമീറ്റർ. നിങ്ങൾക്കറിയാം അല്ലേ ചിൽഡ്രൻ? ഓക്കെ, അപ്പോൾ അതാണ് തെർമോമീറ്റർ ഇൻ ഡിഗ്രി. അതിനെ പറയുന്നത് അളവ് എങ്ങനെയാണ് പറയുന്നത്? ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റ് അല്ലേ? ബ്രാക്കറ്റിൽ ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി എഫ്, സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് മെഷേർഡ് ബൈ എ തെർമോമീറ്റർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഓർ ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ട്സ് നീറ്റായിട്ട് എഴുതി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി, ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.